തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 22 വരെ പത്രിക പിൻവലിക്കാം. 999 പത്രികകളാണ് ഇതുവരെ സമർപ്പിക്കപ്പെട്ടത്. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് സംബന്ധിച്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇന്നോ നാളെയോ ലഭിക്കും. തെരഞ്ഞെടുപ്പിന് ഇന്ന് വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. മുന്നണി സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്നവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വൈകിയ വേളയിലും കേരളം വിധിയെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൃത്യമായ പോളിംഗ് കണക്ക് പുറത്തു വരാനിരിക്കുന്നു. ഇതുവരെ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 71% എത്തിയിട്ടുണ്ട്. ജനമാവേശത്തോടെ ഇത്തവണ വോട്ട് ചെയ്തു. പ്രചാരണ കണത്തിലെ വീറും വാശിയും വോട്ടായി മാറിയോ? ഇപ്പോൾ പുറത്തുവന്ന പോളിംഗ് കണക്കുകളിൽ പ്രതീക്ഷ വെക്കുന്നതാര്? ചങ്കിടിക്കുന്നതാർക്ക്? 2019 ഏതെങ്കിലും ഒരു തരംഗം ഇത്തവണ കേരളത്തിലുണ്ടായോ? എല്ലാം അറിയാൻ എന്തായാലും ജൂൺ 4 വരെ കാത്തിരിക്കണം. ഇപ്പോൾ പുറത്തുവന്ന പുതിയ പോളിംഗ് കണക്കുകളുടെ വിലയിരുത്തലിലേക്കും മുന്നണികളുടെ പ്രതീക്ഷകളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. പോളിംഗിന്റെ പൊരുൾ കത്തിക്കയറി സംസ്ഥാനത്ത് വോട്ടാവേശം. 20 മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ വലിയ ഒഴുക്ക് ദൃശ്യമായ തിരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ഈ പോളിംഗുമായി ബന്ധപ്പെട്ട പല പരാതികൾ ഉയർന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. പലയിടങ്ങളിലും പോളിംഗ് മന്ദഗതിയിലാണ് എന്നുള്ള ആക്ഷേപവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. തുടങ്ങിയിരിക്കുന്നു. ഇനി വോട്ടെണ്ണൽ തുടങ്ങി കിറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞിപ്പോ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യ സൂചന. എവിടുന്ന് ആർക്ക് അനുകൂലം? ആദ്യ സൂചന എവിടുന്ന് ആർക്ക് അനുകൂലം എന്നതിനെ കുറിച്ച് ആകാംക്ഷയുണ്ട്. ആദ്യ സൂചന നമുക്കത് പറയാൻ വേണ്ടി ഒരു ത്വര വന്നു തുടങ്ങി. ആ ത്വര ആദ്യമായിട്ട് എവിടെയാണ് ഈ വിജയത്തിന്റെ ഫലസൂചന വരുന്നതെന്നറിയാൻ ആ സ്പാർക്ക്, ആ മിന്നൽ, ആ തെളിച്ചം അത് എവിടെ നിന്നാണെന്ന് പറയാനുള്ള ഒരു ആവേശത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം, ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം,